Assalamualaikum dear friends, welcome back to Shamys World. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള വാഴയിലയിൽ പൊതിഞ്ഞ ഒരു തനി നാടൻ 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ഉണ്ടെങ്കിൽ ആവിയിൽ വേവിച്ചെടുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള എണ്ണ ഒട്ടും തന്നെ ചേർക്കാത്ത ഈ പലഹാരം നമുക്ക് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു കടായി വെച്ച് കൊടുത്തു. മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കര പൊടിച്ചാണ് എടുക്കുന്നത്. 1 കപ്പ് ശർക്കര ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. വെള്ള ശർക്കരയാണ്. നിങ്ങളുടെ കയ്യിൽ കറുപ്പാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് മെൽറ്റായി വരണം. അപ്പോൾ നമ്മൾ പൊടിച്ച ശർക്കര എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഇത് ഉരുകി കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലോ മണ്ണോ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ച് എടുക്കണം. അപ്പോൾ ആ ശർക്കര അരിച്ച് ഒരു പാനിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ ഏലക്കപ്പൊടി ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഒരു മീഡിയം സൈസ് ക്യാരറ്റും കൂടി ഇതിലോട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ക്യാരറ്റ് ഇടുമ്പോൾ എല്ലാവരും വിചാരിക്കും ക്യാരറ്റ് ഇടുമ്പോൾ ടേസ്റ്റ് ഉണ്ടോയെന്ന്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ക്യാരറ്റിൻ്റെ കുത്തലൊന്നും കാണുന്നൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ആ തിള വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. എന്നിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടിയാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ ഡിഷിന്. അപ്പോൾ ഇനി നമുക്ക് 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ പൊടിയെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മാവിന് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരാം. എനിക്കിപ്പോൾ കറക്റ്റ് ആയിരുന്നു 1.5 കപ്പ് വെള്ളം. ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ, നിങ്ങളുടെ മാവ് ഇതുപോലെ കുഴഞ്ഞ് വരണം. ആ പരുവത്തിന് വെള്ളം നിങ്ങൾ ഒരു 1/4 കപ്പോ 2-3 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് തേങ്ങയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തേങ്ങ ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ കുറച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ അധികം ചേർത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാവ് ടൈറ്റായി പോയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഞാനൊന്ന് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പാനിൽ നിന്ന് കണ്ടോ വിട്ട് വരുന്നുണ്ട്, കണ്ടോ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം കപ്പലണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പലണ്ടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഒരു കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കണമെന്ന് വേണ്ട. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ നല്ല മണം കൂടി കിട്ടും. ഇനി ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ അത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇത് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ നമ്മുടെ കയ്യിൽ പിടിക്കാവുന്ന ചൂടാകുമ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മാവ് ഇതുപോലെ കുഴച്ചെടുക്കണം. ചെറുതായിട്ട് ചൂടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ കൊള്ളാവുന്ന ചൂട്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നെയ്യൊന്നും കയ്യിൽ തേച്ച് പിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നെയ്യ് നേരത്തെ ചേർത്ത് കൊടുത്തുണ്ടല്ലോ, അതുകൊണ്ട് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെയ്യും എണ്ണയൊന്നും കയ്യിൽ പുരട്ടണ്ട. ചെറുതായിട്ടൊന്ന് ഇതുപോലെ മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. കുറച്ച് മാവ് ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയേറ്റി എടുക്കാം. ഞാനിവിടെ വാഴയില ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി വാഴയില വെച്ച് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ വാട്ടിയ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ഉരുള മാവ് എടുക്കുക. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് എല്ലാം അടച്ച് ഇതുപോലെ ചെയ്തെടുക്കാം നമുക്ക്. ഇനി 2 വശവും നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി മടക്കി കൊടുക്കാം നമുക്ക്.
അപ്പോൾ ഒരു ബോക്സ് പോലെ ആയി കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ എടുക്കുമ്പോൾ ബോക്സ് പോലെ ഇരിക്കും. കണ്ടോ, ഇതാ ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാഴയില ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പാത്രത്തിൽ ഒന്ന് നെയ്തടവിന് ശേഷം നമുക്ക് സ്റ്റീം ചെയ്ത് ഒരു 5-6 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ നമുക്ക് കട്ട് ചെയ്ത് മുറിച്ച് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ റോൾ ചെയ്ത് ഉരുട്ടിയെടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ച് ആവിയേറ്റി എടുത്താലും മതി. അപ്പോൾ വാഴയില ചെയ്യുമ്പോഴത്തേക്കും നല്ല പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വാഴയില എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ മാവും ഞാൻ വാഴയിലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയേറ്റി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വാഴയിൽ പൊതിഞ്ഞ ഈ ഗോതമ്പിൻ്റെ മിക്സ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഓൾറെഡി ഈ മാവ് വെന്തിട്ടുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ആ വാഴയിലയിലെ അല്ല ആ ഫ്ലേവർ ഇറങ്ങിയിട്ട് നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. അപ്പോൾ വാഴയില ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇല്ലായെങ്കിൽ പ്രശ്നമൊന്നുമില്ല, വെറുതെ അങ്ങ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാം വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഓൾറെഡി വെന്തതാണല്ലോ ഈ മാവ്. ഇനി ഒരു 5-6 മിനിറ്റ് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അടച്ച് ഒരു 5-6 മിനിറ്റ് നമുക്ക് ആവിയേറ്റി എടുക്കാം. ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് ഞാൻ തുറക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ്. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ വാഴയിലൊക്കെ ആ ഫ്ലേവർ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ മണം തന്നെ നല്ല കൊതിപ്പിക്കുന്ന രീതിയിലുള്ള മണമാണ്. അപ്പോൾ ഞാനൊന്നെടുത്ത് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാ ഒന്നെടുത്തു ഇങ്ങനെ. അപ്പോൾ അതാ തുറക്കേട് നല്ല മണം വരുന്നുണ്ട്. ആ വാഴയിലൊക്കെ നല്ല അടിപൊളി മണം, കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ കണ്ടല്ലോ ബോക്സ് പോലെ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതാ ഇത് കണ്ടല്ലോ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റാണ്. ആ ക്യാരറ്റും കപ്പലണ്ടി എല്ലാം കാണുന്നില്ലേ. അപ്പോൾ കഴിക്കാനും അതുപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയ ഒരു ഡിഷാണല്ലോ. അപ്പോൾ അതാ ഞാൻ ഈ ഇല മാറ്റിയിട്ട് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. കണ്ടല്ലോ നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, കഴിക്കാനും അതുപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഡിഷ് തയ്യാറാക്കി നോക്കാം. ഇതുപോലെയുള്ള എണ്ണ ഒട്ടും ചേർക്കാത്ത ആവിയിൽ വേവിച്ച ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം. അതൊന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പീസിന് വേണ്ടി ഷമീസ് കർവൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്